Hello everyone. Kerala PSC Assistant Engineer, Sub Engineer, KSEB exam coaching part 12 സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് alternators. അതിൻ്റെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 4-pole 1500 RPM alternator will generate EMF at option A 16 Hz, B 15 Hz, C 40 Hz, D 20 Hz. 4-pole 1500 RPM. അത് നമുക്ക് ചെയ്യാവുന്നത് F is equal to frequency is equal to number of poles into speed divided by 120 ആണ്. P എന്ന് പറഞ്ഞാൽ 4 ആണ് into N 1500 divided by 120. 0 cancel ചെയ്തു, 4 12 cancel ചെയ്തു, 3 50 50 Hz. ഓപ്ഷൻ ബി ആണ് ആൻസർ. Second question. The power factor of an alternator is determined by its option A load, option B speed, option C excitation, option D prime mover. ഒരു ഓൾട്ടർനേറ്ററിൻ്റെ പവർ ഫാക്ടർ അത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക? പവർ ഫാക്ടർ ലീഡിങ് ആകാം, അതുപോലെ തന്നെ ലാഗിങ് ആകാം, അതുപോലെ തന്നെ യൂണിറ്റി പവർ ഫാക്ടർ ആകാം. ഏത് പവർ ഫാക്ടറും ഈ പവർ ഫാക്ടറൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ലോഡ് എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ലാഗിങ് ആണ്, ലീഡിങ് ആണ്, യൂണിറ്റി ആണോ എന്ന് കൺഫേം ചെയ്യും. അവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ, ലോഡ്. തേർഡ് ക്വസ്റ്റ്യൻ. The dark and bright lamp method is used in alternator form. Option A balancing of load, B phase sequence, C transfer of load, D synchronization. Dark and bright lamp methods. Synchronization of alternator. അതൊരു ഓൾട്ടർനേറ്റർ അതിലോട്ട് വേറൊരു ഓൾട്ടർനേറ്റർ സിങ്ക്രണൈസ് ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ലാമ്പ് മെത്തേഡ്സുകൾ ഉപയോഗിക്കുക. കറക്റ്റ് സിങ്ക്രണൈസ് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, സിങ്ക്രണൈസിങ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ stationary alternator is connected to a live bus bar? Option A, it will decrease bus bar voltage. Option B, it is likely to run as a synchronous motor. Option C, it will get short circuited. Option D, it will disturb generate the EMF of other alternators connected in parallel. നമുക്കറിയാവുന്നതാണ് ഒരു സ്റ്റേഷനറി ആയ ഓൾട്ടർനേറ്റർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒന്നുമില്ല, EMF പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ EMF ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു ലൈവ് ബാറിലോട്ട് കണക്ട് ചെയ്താൽ അവിടെ റെസിസ്റ്റൻസും ഒന്നും ഉണ്ടാകത്തില്ല. അതെന്തായിരിക്കും? അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഒരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റേഷനറി ആയ ഒരു ഓൾട്ടർനേറ്ററിനെ ഒരിക്കലും നമ്മൾ ലൈവ് ബസ് ബാറിലോട്ട് കണക്ട് ചെയ്യത്തില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ് സംഭവിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇറ്റ് വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Alternator of a power station will have A revolving armature winding, B revolving field winding, C either of the above, D none of the above. പവർ സ്റ്റേഷനിൽ പവർ സ്റ്റേഷനിൽ ഓൾട്ടർനേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അവിടെ നമ്മുടെ യോക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റർ ഫ്രെയിം എന്ന് പറയാം. ഇത് സ്റ്റേറ്ററിൽ ഉണ്ടാവുന്ന സ്റ്റേറ്റർ കോറാണ്, അല്ലെങ്കിൽ ആർമേച്ചർ കോർ എന്ന് പറയും. ഇവിടെയാണ് ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ടാവുക. സ്റ്റേറ്റർ ആയിരിക്കും. ഞാൻ ഫുള്ള് വരയ്ക്കുന്നില്ല, ഒരു ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. എന്നിട്ട് റിവോൾവ് ചെയ്യുന്ന റോട്ടറിൽ റിവോൾവ് ചെയ്യുന്നത് ഒരു ഫീൽഡാണ് റിവോൾവ് ചെയ്യുക. ഇതൊരു ഒറ്റ ഫിഗർ ഇതേ വെച്ചുള്ളത് ആണെങ്കിൽ നോർത്ത് സൗത്ത്. എല്ലാ സമയത്തും പവർ സ്റ്റേഷനത്തെ ഓൾട്ടർനേറ്ററിൽ റോട്ടർ എന്ന് പറയുന്നത് റോട്ടർ ആരായിരിക്കും? ഫീൽഡായിരിക്കും. അതുപോലെ സ്റ്റേറ്റർ ആരായിരിക്കും? സ്റ്റേറ്റർ ആർമേച്ചർ ആയിരിക്കും. അത് നമ്മൾ DC ജനറേറ്റർ നമ്മൾ പഠിച്ചതിന് നേരെ റിവേഴ്സാണ്. DCയിൽ സ്റ്റേറ്റർ മൂവ് ചെയ്യാതിരിക്കുന്നത് ഫീൽഡാണ്, റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? ആർമേച്ചറാണ്. ഓൾട്ടർനേറ്റർ ആകുമ്പോൾ നേരെ റിവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക.
സ്റ്റേറ്റർ ആർമേച്ചർ കോർ ആയിരിക്കും, റോട്ടർ ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി റിവോൾവിംഗ് ഫീൽഡ് വൈൻഡിങ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 6th question. With the reduction of load on alternator, option A, the frequency increases, B, frequency decreases, C, frequency oscillates, D, the frequency remains same. Load reduce ചെയ്താൽ ലോഡ് റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. ലോഡ് റെഡ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ലോഡ് ഡിക്രീസ് ചെയ്തു. ലോഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്പീഡിന് എന്താ സംഭവിക്കാം? സ്പീഡ് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ലോഡ് നന്നായിട്ട് കൂടിയാൽ സ്പീഡ് കുറയും. അപ്പോൾ ലോഡ് കുറഞ്ഞാൽ എന്താവും? സ്പീഡ് കുറച്ചൊന്ന് കൂടും. സ്പീഡ് കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു n ഇൻറ്റു പി ഡിവൈഡ് ബൈ 120. സ്പീഡ് എന്നാണ് സ്പീഡ്. സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ ആരും ഇൻക്രീസ് ചെയ്യും? ഫ്രീക്വൻസിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ലോഡ് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ഫ്രീക്വൻസി എന്താകും? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഓപ്ഷൻ എ ആണ് ആൻസർ. ദ ഫ്രീക്വൻസി ഇൻക്രീസസ്. 7th question. An alternator couples to a Francis hydraulic turbine is a, option A, high speed generator, B, low speed generator, C, medium speed generator, D, low or medium speed generator. ഇവിടെ ഫ്രാൻസിസ് ഹൈഡ്രോളിക് ടർബൈൻസ്. ഹൈഡ്രോളിക് ടർബൈൻസ് എല്ലാം ഏതായിരിക്കും? സാലിയന്റ് പോൾ ആയിരിക്കും. സാലിയന്റ് പോൾ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് പോൾ ആയിരിക്കും. ഈ സാലിയന്റ് പോളും പ്രൊജക്റ്റ് പോളും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ലോ ഓർ മീഡിയം സ്പീഡിലാണ് നമ്മൾ സാലിയന്റ് പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് പോൾ യൂസ് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ലോ ഓർ മീഡിയം സ്പീഡ് ജനറേറ്റർ. 8th question. If the field of one of the alternators running parallel is adjusted, it will, option A, reduce its speed, B, change its load, C, change its power factor, D, change its frequency. ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിൽ, അതായത് പാരലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾട്ടർനേറ്റേഴ്സ്, രണ്ട് ഓൾട്ടർനേറ്റേഴ്സ് ഉണ്ട്, A1 A2. പാരലായിട്ട് രണ്ട് ഓൾട്ടർനേറ്റേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫീൽഡ് എക്സൈറ്റേഷനിൽ ഒന്നിൽ എന്ത് ഒരു ചേഞ്ചസ് വരുത്തി. എക്സൈറ്റേഷനിൽ ഒരു ചേഞ്ച് വരുത്തി. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് സ്പീഡിനെയാണോ ബാധിക്കുക, ലോഡിനെയാണോ ബാധിക്കുക, പവർ ഫാക്ടർ ആണോ ചേഞ്ച് ചെയ്യുക, ഫ്രീക്വൻസി ആണോ ചേഞ്ച് ചെയ്യുക? ഫീൽഡ് എക്സൈറ്റേഷനിൽ എന്ത് വന്നാലും അവിടെ എന്താ സംഭവിക്കുക? പവർ ഫാക്ടർ ആണ് അവിടെ വ്യത്യാസം വരിക. അപ്പോൾ ചേഞ്ച് ഇറ്റ്സ് പവർ ഫാക്ടർ ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 9th question. Turbo alternators of 50 Hz frequency are generally run at, option A, 5000 rpm, B, 3000 rpm, C, 1500 rpm, D, 1000 rpm. ടർബോ ഓൾട്ടർനേറ്റേഴ്സ്. ഫസ്റ്റ് ഈ ടർബോ ഓൾട്ടർനേറ്റേഴ്സ് നമ്മൾ പറയണം, ഇത് എവിടെയാണ് ഉപയോഗിക്കുക? സ്മൂത്ത് സിലിണ്ടറിക്കലാണ് ഉപയോഗിക്കുന്നത്. സ്മൂത്ത് സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ നോൺ സാലിയന്റ് ഉപയോഗിക്കുന്നതാണ് ടർബോ ഓൾട്ടർനേറ്റർ. ടർബോ ഓൾട്ടർനേറ്ററിൽ യൂസ് ചെയ്യുന്ന റോട്ടർ സ്മൂത്ത് സിലിണ്ടറിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സാലിയന്റ് റോട്ടർ ആയിരിക്കും. അവിടുത്തെ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? ഹൈ സ്പീഡ് ആയിരിക്കും. സ്പീഡ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമുക്ക് വേണ്ടത്, ഇവിടെ ആകെ എന്തെന്നുള്ളൂ, എത്ര ഫ്രീക്വൻസി ആണെന്ന് തന്നുള്ളൂ. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു PN by 120. സ്പീഡ് N ഈസ് ഈക്വൽ ടു 120 F by P. അപ്പോൾ F എത്ര തന്നിട്ടുണ്ട്? 120. F എത്രയാ? 50. P എത്ര തന്നിട്ടില്ല. ടർബോ ഓൾട്ടർനേറ്റേഴ്സിൽ നമ്പർ ഓഫ് പോൾസ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും ഉണ്ടാവുക. ടർബോ ഓൾട്ടർനേറ്റേഴ്സിൽ നമ്പർ ഓഫ് പോൾസ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3000 rpm. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഇനി 3000 എന്നുള്ള ഓപ്ഷൻ ഇതിലില്ല എന്ന് വിചാരിക്കാം. 3000 എന്നുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്പർ ഓഫ് പോൾസ് നമ്മൾ ഈ സ്മൂത്ത് സിലിണ്ടറിൽ പഠിക്കുമ്പോൾ നമ്പർ ഓഫ് പോൾസ് ഈസ് 2 or 4 ആയിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും. 3000 ആൻസർ ഉണ്ടെങ്കിൽ നമ്മൾ 2 എടുക്കണം.
ഇനി ഇത് 4 ആണ് ചെയ്യുന്നതെങ്കിൽ എത്ര ആയിരിക്കും? 1500 ആയിരിക്കും. ഓക്കെ, ഇത് 3000 എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് 1500 പോകാൻ പാടുള്ളൂ. 3000 ഉണ്ടെങ്കിൽ 3000 RPM തന്നെയാണ് ആൻസർ. കാരണം ഹൈ സ്പീഡിൽ ഇത് ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും ടർബോ ഓൾട്ടർനേറ്റർ ഉണ്ടാവുക. 10th question. When two alternators run in exact synchronism, the synchronizing power will be option A 0, B unity, C sum of the output of 2, D none of the above. രണ്ട് ഓൾട്ടർനേറ്റർ സിങ്ക്രോണിസം, അതായത് സിങ്ക്രോണിസം ഇതിൽ രണ്ട് ഓൾട്ടർനേറ്റർ റണ്ണ് ചെയ്യുകയാണ്. ഓൾട്ടർനേറ്റർ 1ഉം ഓൾട്ടർനേറ്റർ 2ഉം. അത് രണ്ടും ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ പവർ എങ്ങനെയായിരിക്കും? ഇതിൽ ഒരു ക്വസ്റ്റ്യനിൽ തരേണ്ടതായിരുന്നു, ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അത് ഇതിൻ്റെ KVA റേറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞമായിരുന്നു, എത്രയാണ് അതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞമായിരുന്നു. അതും കൂടി ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ. പക്ഷെ അത് പറയാത്തതുകൊണ്ട് നമ്മൾ KVA റേറ്റിംഗ് സെയിം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് സിങ്ക്രോണൈസത്തിലാണെങ്കിൽ അവിടുത്തെ സിങ്ക്രോണൈസിങ് പവർ എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. കാരണം അവിടെ കിട്ടുന്നത് ഈക്വൽ ആയിട്ട് അവിടെ രണ്ട് ഓൾട്ടർനേറ്റീവ് ഷെയർ ചെയ്യും അവിടുത്തെ ലോഡുകൾ. അപ്പോൾ സിങ്ക്രോണൈസിങ് പവർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. 11th question. Alternators are rated in option A KVA, B KW, C HP, D KVR. ഓൾട്ടർനേറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ റേറ്റിംഗ് ചെയ്യുക? എത്ര റേറ്റിങ്ങിൻ്റെ ഓൾട്ടർനേറ്റേഴ്സ് നമ്മൾ പറയാം? KVA റേറ്റിങ്ങിനാണ്. ചെറുതാണെങ്കിൽ VA റേറ്റിംഗ്, KVA റേറ്റിംഗ്, മെഗാവാൾട്ട് MVA റേറ്റിംഗ് എല്ലാം പറയും. ഓപ്ഷൻ എ ആണ് ആൻസർ. KVA യിലാണ്, കിലോ വോൾട്ട് ആംപിയറിലാണ് ഓൾട്ടർനേറ്റേഴ്സിൻ്റെ റേറ്റിംഗ് ആണ് പറയാറ്. 12th question. The most reliable methods of synchronizing alternator is to use option A 3 lamp dark method, B 3 lamp bright method, C 2 bright and 1 dark method, D a synchronoscope. ഒരു സിങ്ക്രോണൈസത്തിൽ ഓൾട്ടർനേറ്റർ സിങ്ക്രോണൈസേഷൻ ചെയ്യാൻ ഏറ്റവും റിലയബിൾ ആയ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലേതാണ്? സിങ്ക്രോണോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓൾട്ടർനേറ്ററിൻ്റെ സിങ്ക്രോണൈസേഷൻ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 13th question. Why high frequency alternators are used in aircraft? Option A to compensate for high speeds, B to compensate for high altitudes, C to reduce the size, D none of the above. ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റർ എന്തിനാണ് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത്? ഈ ഹൈ ഫ്രീക്വൻസി ഹൈ ആയാൽ ഉണ്ടാവുന്ന എന്താണ്? കോപ്പർ കോയിൽസ് യൂസ് ചെയ്യുന്ന കോപ്പർ കോയിൽസ് എത്ര മതി? വളരെ കുറഞ്ഞ കോപ്പർ കോയിൽസ് ആവശ്യമുള്ളൂ. കോപ്പർ കോയിലിൻ്റെ എണ്ണം അളവ് കുറഞ്ഞാൽ എന്ത് കുറയും? അതിൻ്റെ സൈസ് കുറയും. സൈസ് എന്താവും? സ്മോളർ സൈസായി മാറും. അതിനാണ് ഫ്രീക്വൻസി കൂടുമ്പോൾ അവിടെ ചുറ്റാനുള്ള കോപ്പർ കോയിൽസ് കുറച്ച് മതി. കാരണം ഒരു റേറ്റിങ്ങിൽ ഉണ്ടാവുന്ന നമ്മളിപ്പോൾ ഒരു 100 kVA ഒരു ഓൾട്ടർനേറ്റർ ആണെങ്കിൽ അത് ഫ്രീക്വൻസി കുറവാണെങ്കിൽ കൂടുതൽ ടേൺസ് വേണ്ടി വരും. അതേ 100 kVA ഒരു ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കോപ്പർ കോയിൽസ് കുറച്ച് മതി. കോപ്പർ കോയിലിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് കുറയും? ആ ഓൾട്ടർനേറ്ററിൻ്റെ സൈസ് കുറയും, സൈസ് റെഡ്യൂസ് ചെയ്യും. ഓപ്ഷൻ സി ആണ് ആൻസർ, ടു റെഡ്യൂസ് ദ സൈസ്. 14th question. The power drawn by the prime mover of an alternator under no load condition goes to option A meet copper loss both in armature and rotor windings, B produce power in armature, C meet non-load losses, D produce EMF in armature winding. No load condition. No load കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന പവർ എന്തിനു വേണ്ടി മാത്രമായിരിക്കും ഉണ്ടാവുക? നോ ലോഡ് ലോസസ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാവുക. നോ ലോഡ് ലോസസ് എന്ന് പറഞ്ഞതാണ് കോർ ലോസസ് ആണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ, മീറ്റ്സ് നോ ലോഡ് ലോസസ്. 15th question. Alternator in aircraft having operating frequency of option A 50 Hz, B 400 Hz, C 65 Hz, D 800 Hz. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും എയർക്രാഫ്റ്റിൽ
ഫ്രീക്വൻസി ഫ്രീക്വൻസി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലാക്കുന്നതെന്ന് പറയുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എയർക്രാഫ്റ്റിലുള്ള ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി ഹൈ ആണ് നമുക്ക് കിട്ടും. അത് എത്ര ഫ്രീക്വൻസിയിലാണെന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. 400 ഹെർട്സിലായിരിക്കും എയർക്രാഫ്റ്റിലത്തെ ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ഫ്രീക്വൻസി. ഓപ്ഷൻ ബി ആണ് ആൻസർ, 400 ഹെർട്സ്. 16th question. The voltage of field system in an alternator is usually A. above 200 volts. Option B. between 100 volt and 150 volt. C. more than 1000 volts. D. none of the above. ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് സിസ്റ്റത്തിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ത് വോൾട്ടേജ് ആണ്? DC ആണ്, ഡയറക്റ്റ് കറണ്ട് ആണ് കൊടുക്കുന്നത്. അതൊരു 100ൻ്റെയും 150 വോൾട്ടിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുക. അവിടെ ഓപ്ഷൻ ബി ആണ്, ബിറ്റ്വീൻ 100 വോൾട്ട് ആൻഡ് 150 വോൾട്ട്. ചില ക്വസ്റ്റ്യൻ ഉണ്ടാകും ബിലോ 200 വോൾട്ട് എന്നുണ്ടാകും, അതും ആൻസർ സെയിം ആണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ 100 to 150 വോൾട്ട് എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ബിലോ 200 വോൾട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്യണം. 17th question. For parallel operation, alternators must have the same. Option A. speed. B. KVA ratings. C. voltage rating. D. excitation. Alternators, കുറേ ഓൾട്ടർനേറ്റേഴ്സ് പാരലൽ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ എന്തെല്ലാമാണ് സെയിം ആകേണ്ടത്? സെയിം ആവേണ്ട ഒന്നാണ് ഫ്രീക്വൻസി സെയിം ആവണം. പിന്നെ രണ്ടാമതെന്ന് വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആകണം. പിന്നെ 3 ഫേസ് ഓൾട്ടർനേറ്റേഴ്സ് ആണെങ്കിൽ ഫേസ് സീക്വൻസ് എല്ലാം സെയിം ആവണം. അവിടെ മുഖ്യമായിട്ടും വേണ്ടത് ഫ്രീക്വൻസി, രണ്ടിനെയും ഫ്രീക്വൻസി സെയിം ആണ്, രണ്ടിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആണ്. ഇതിൽ ഓപ്ഷൻസിലൊന്നും ഫ്രീക്വൻസി കാണാനില്ല. ഓപ്ഷനുള്ളത് എന്താണ്? ഓപ്ഷൻ സി, വോൾട്ടേജ് റേറ്റിംഗ് ആണുള്ളത്. വോൾട്ടേജ് റേറ്റിംഗ് ഷുഡ് ബി സെയിം ആൻഡ് ഫ്രീക്വൻസി ഓൾസോ ഷുഡ് ബി സെയിം. 18th question. The advantage of salient pole alternator is that it, option A, reduced noise. B. reduced windage loss. C. reduced bearing loads and noise. D. is suitable for low and medium speed operation. Salient pole alternator. Salient pole alternator നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പ്രൊജക്റ്റഡ് പോൾ. ആ പ്രൊജക്റ്റഡ് പോൾ ഓൾട്ടർനേറ്റേഴ്സിൻ്റെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? ലോ ആൻഡ് മീഡിയം സ്പീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓപ്പറേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സാലിയന്റ് പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് പോൾ ഓൾട്ടർനേറ്റീവ്സ്. അവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഈസ് suitable for low and medium speed operation. 19th question. To reduce the harmonics in the EMF generated in an alternator. Option A, slots are skewed. B, salient pole tips are chamfered. C, windings is well distributed. D, all of the above. ഓൾട്ടർനേറ്റേഴ്സിൽ EMF ജനറേറ്റ് ചെയ്യുമ്പോൾ ഹാർമോണിക്സ് ഉണ്ടാകും. ഹാർമോണിക്സ് ഉണ്ടാവുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് സൈൻ വേവ് അല്ലെങ്കിൽ, സാധാരണ AC വേവ് ഇങ്ങനെയാണ് കിട്ടുന്നത്. എല്ലാ സമയത്തും ഓൾട്ടർനേറ്റ് EMF ജനറേറ്റ് ചെയ്യുന്ന സൈൻ വേവ് ആവണം എന്നില്ല. സൈൻ വേവ് അല്ലാതിരിക്കുമ്പോൾ അവിടെ ഹാർമോണിക്സ് ക്രിയേറ്റ് ചെയ്യും. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്ലോട്ട്സുകളെല്ലാം സ്ക്യൂ ചെയ്യും. അതുപോലെ സാലിൻ്റ് പോൾ ടിപ്സ് ഒക്കെ ചാംഫർ ചെയ്യും. വൈൻഡിങ്സ് കോൺസെൻട്രിക്കിന് പകരം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. മുകളിൽ പറഞ്ഞ മൂന്നും ഉണ്ടെങ്കിലാണ് ഹാർമോണിക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുക. ഡി, ഓൾ ഓഫ് ദി എബവ്. 20th question. Zero power factor method is used in alternator to find the option A, efficiency. B, voltage regulation. C, synchronous impedance. D, armature resistance. Zero power factor method. Zero power factor method നമ്മൾ പറയുന്ന വേറൊരു പേരാണ്. അതിന് ഷോർട്ടാക്കി നമ്മൾ എന്താ പറയും? ZPF മെത്തേഡ്സ് എന്ന് പറയും. അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു മെത്തേഡാണ് പോർട്ടിയർ മെത്തേഡ്സ്. പോർട്ടിയർ മെത്തേഡ്സ്. ഈ മെത്തേഡ്സുകളെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വോൾട്ടേജ് റെഗുലേഷൻ ഫൈൻഡ് ചെയ്യാനാണ്. വോൾട്ടേജ് റെഗുലേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ZPF മെത്തേഡും അതുപോലെ തന്നെ പോർട്ടിയർ മെത്തേഡും. വോൾട്ടേജ് റെഗുലേഷൻ വേറെ മെത്തേഡ്സുകളുണ്ട്. അതെന്നാണ്
EMF മെത്തേഡ്സ്, അതുപോലെ തന്നെ MMF മെത്തേഡ്സ്. EMF മെത്തേഡും MMF മെത്തേഡും ഉണ്ട്. EMF മെത്തേഡിൻ്റെ വേറൊരു പേരാണ് സിങ്ക്രോണസ് ഇംപിഡൻസ് മെത്തേഡ്. MMF മെത്തേഡിനാണ് ആംബിയർ ടേൺ മെത്തേഡ്സ്. അവിടെ ഓപ്ഷൻ ബി ആണ്, വോൾട്ടേജ് റെഗുലേഷൻ ആണ് ആൻസർ. നമ്മളിന്ന് 20 ക്വസ്റ്റ്യൻസ് ഓൾട്ടർനേറ്റും ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി വരുന്നവരെ താങ്ക് യു.